വായന ലഹരിയാകുന്ന തലമുറയാണ് നാടിന് വേണ്ടത്. നജീബ് കാന്തപുരം MLAയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്കും വായനാശാലകളിലേക്കും കൈമാറി. വായന ലഹരിയാകുന്ന ഒരു തലമുറ വാർത്തെടുക്കുന്നതിന് വർത്തമാനകാല സമസ്യകൾക്ക് പരിഹാരമാവുമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപ വിനിയോഗിച്ച് കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിന്ന് വാങ്ങി നൽകുന്ന സ്കൂൾ ലൈബ്രറിക്കും പൊതുവായനശാലകൾക്കുമുള്ള പുസ്തകങ്ങളുടെ വിതരണം പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുസ്തകങ്ങളെ ലഹരിയാക്കാൻ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. നമ്മളൊരു സോഷ്യൽ ഇനീഷ്യേറ്റീവ് അതിന് ഉണ്ടായാൽ ആ മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മളൊക്കെ ആ കാലത്ത് അനുഭവിച്ച ഏറ്റവും വലിയ ലഹരിയായിരുന്നു വായനയിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമ്മൾ കാണാത്ത ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു. നാട് സാമൂഹികമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും സാമൂഹിക തിന്മകൾക്കൊപ്പം പുതിയ തലമുറ സഞ്ചരിക്കുന്നു എന്നത് ദുഃഖകരമാണ്. സാഹചര്യങ്ങളാണ് പുതിയ തലമുറയെ വീട്ടിലേക്ക് നയിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന സാമൂഹിക ഉത്തരവാദിത്തമാണ് ഓരോ വ്യക്തിയും നിർവഹിക്കേണ്ടത്. നന്മയും സൗഹൃദവും വളർത്തുന്നതിലും നാടിനെ സാംസ്കാരികമായി ഉയർത്തുന്നതിനും നമ്മുടെ വായനാശാലകൾ വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ല. വായനയിൽ നിന്ന് യുവതലമുറ അകന്നുപോയത് പുതിയ കാലത്തെ പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുണ്ട്. മനുഷ്യന് അറിവും തിരിച്ചറിവും നൽകുന്ന ഒന്നാണ് വായന. ഈ വായനയിലേക്ക് പുതിയ തലമുറയെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള സന്നദ്ധ സംഘടനകളും പൊതുവിദ്യാലയങ്ങളും വായനാശാലകളും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ AEO കുഞ്ഞിമൊയ്തു, HM ഫോറം സെക്രട്ടറി അസീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മലബാർ ടൈംസ്, പെരിന്തൽമണ്ണ.